മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പൂവത്തൂർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി. ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് TN പ്രതാപൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് 7 മണി മുതൽ 10 മണി വരെ വാക്ക് ഫോർ മണലൂർ എന്നുള്ള പദയാത്രയാണ്. ചൂടും വെയിലൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല. ഒരുപാട് സഹപ്രവർത്തകന്മാർ കൂടെ ചേരി എല്ലാ ആളുകൾ നടന്ന് വീട്ടുമുറ്റത്ത് ചെന്ന് ആളുകളെ കണ്ട് അവരോട് സൗഹൃദം പങ്കുവെച്ച് പോവുകയാണ്. അതിനുശേഷം ഇതുപോലെ ഇപ്പോൾ പൂവത്തൂർ സെൻറ്ററിലെ സ്ഥാപനങ്ങൾ കയറുന്ന പോലെ ഒരു 10:30-ക്ക് ശേഷം 11 മണിയോട് കൂടി സ്ഥാപനങ്ങൾ കയറും. വീണ്ടും 3 മണിക്ക് സ്ഥാനാർത്ഥി പരമാരംഭിക്കും. ആളുകളിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായ ഒരു പ്രതികരണമാണ്. നമ്മൾ പ്രതീക്ഷയേക്കാൾ വലിയ ഒരു പിന്തുണ. രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമില്ല. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു പിന്തുണ ആളുകളെ കയ്യിലുണ്ട്. അത് ആളുകളൊക്കെ നമ്മളുടെ പെരുമാറ്റവും അവരുടെ വർത്തമാനം അറിയാമല്ലോ. അതിന് വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് ഈ ഇലക്ഷൻ്റെ ഓരോ ദിവസവും ചെല്ലുന്നതോറും ക്യാമ്പയിനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകമായ സന്തോഷമുണ്ട്. 100% ഉറപ്പാണ് നമുക്ക് മണലൂരിൽ UDF തന്നെ ജയിച്ചു. പ്രചാരണ പരിപാടികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുല്ലശ്ശേരി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ്, വർഗീസ് മാനത്തിൽ, സതീഷ് പണിക്കർ, സുബിരാജ് തോമസ്, സുലൈമാൻ പണ്ടാരക്കാട് എന്നിവർ നേതൃത്വം നൽകി.